ഒരു വാപ്പ കടന്നിറങ്ങുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വാപ്പ കടന്നിറങ്ങുന്നുണ്ട്. ആ വാപ്പയുടെ മരണം കേട്ടിട്ട് ഭയപ്പെട്ടു പോയവരാ നമ്മള്. ഉച്ചനേരത്ത് സ്വന്തം ഭാര്യയുടെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചമയക്കത്തിന്റെ ഭാര്യ പോയപ്പോൾ ഉച്ചനേരത്ത് ഭക്ഷണം കഴിച്ചിട്ട് വിദേശത്തുള്ള മക്കളുമായി ഫോണിൽ സംസാരിച്ച വാപ്പയും ഉമ്മയും ആ പിതാവ് അറിഞ്ഞില്ലായിരുന്നു. എന്റെ മകനോട് അവസാനത്തെ വർത്തമാനമായിരുന്നു, എന്റെ വീട്ടിൽ നിന്നുള്ള അവസാന വർത്തമാനമായിരുന്നു, അറിഞ്ഞില്ലായിരുന്നു. ഉച്ചനേരത്ത് പ്രിയപ്പെട്ട പത്നിയുടെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് പ്രിയപ്പെട്ട പത്നി കടന്നുറങ്ങാൻ പോകുന്ന നേരത്തെ ഭർത്താവ് റിമോട്ട് എടുത്തുകൊണ്ട് തന്റെ TV ഓൺ ആക്കിയിട്ട് ന്യൂസ് കേട്ടുകൊണ്ടിരിക്കെ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആരോ പുറത്തു നിന്നും കോണിം ബെല്ലടിക്കുന്നതായി കേട്ടു. ബെല്ലടിക്കുകയാണ്. തന്റെ പ്രിയപ്പത്തി പറയുന്നുണ്ട്, ഭർത്താവിനോട് വിളിച്ചു പറയുന്നുണ്ട്, ആരോ പുറത്തു വന്നിട്ടുണ്ട്, വാതിലൊന്ന് തുറന്നു നോക്കൂ എന്ന് പറയുന്നുണ്ട്. ഭർത്താവ് കേൾക്കുന്നില്ല, TV നോക്കിയിരിക്കുന്നു. വീണ്ടും ഭാര്യ ആവർത്തിച്ചു പറയുന്നു, നിങ്ങൾ കേൾക്കുന്നില്ലേ, ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, കള്ളിക്കാട് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ആ പിതാവ് കിടന്നുറങ്ങുന്നുണ്ട്. ഭാര്യ വിളിച്ചു പറഞ്ഞു, മനുഷ്യ, നിങ്ങൾ ബെല്ലടിക്കുന്നത് കേൾക്കുന്നില്ലേ, ഒന്ന് പോയി തുറക്കൂ എന്ന്. പ്രിയപ്പെട്ട പത്നി അതാ ഭർത്താവിനോട് കയർത്തുകൊണ്ട് വാതിൽ തുറന്നു കൊടുത്തപ്പോൾ തന്റെ ഭർത്താവിന്റെ സുഹൃത്താണ് കടന്നു വന്നത്. ആ സുഹൃത്ത് പ്രിയപ്പെട്ട സുഹൃത്തിനെ കേറി ഒന്ന് തലോടി നോക്കിയപ്പോൾ തൊട്ട് നേരത്തതാ നിലത്തേക്ക് പതിഞ്ഞിരിക്കുന്നു, മരണം സംഭവിച്ചിരിക്കുന്നു. 1/4 മണിക്കൂർ കൊണ്ട് എല്ലാം നടന്നു. നമ്മുടെ അള്ളിക്കാട് പള്ളിയിൽ കടന്നുറങ്ങാൻ മനുഷ്യൻ അള്ളാഹു ആഫിറത്തും മർമ്മത്തും കൊടുക്കട്ടെ. എന്തുണ്ടായി? ഒന്നും കിട്ടിയിട്ടില്ല. മരണപ്പെട്ടു പോയി. മരിച്ചു കഴിഞ്ഞാൽ ഗുണം ലഭിക്കേണ്ട മാർഗമാണ് ഈ മദ്രസ എന്നൊക്കെയുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മദ്രസയിൽ രക്ഷകർത്താ സമ്മേളനത്തിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2025 മുതൽ ഏറെ പ്രയാസമുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ തോന്നരുത്. ഒരു തവണ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായൊരു സമയം ഉണ്ടായിരുന്നു. മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമപ്പെട്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ വളരെയേറെ വേദനയോടെ പറയാലോ, നമ്മളെ മഹല്ലത്ത് പോലും ഇത് സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഖേദകരമായ വർത്തമാനം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മളേറെ മുൻകരുതൽ എടുക്കേണ്ട കാലഘട്ടത്താണ് ജീവിക്കുന്നത്. കള്ളിക്കാട് ഭാഗത്ത് പല കൊളക്കടയിലും കഞ്ചാവടിച്ച് നടക്കുന്ന ചെറിയ ചെറിയ പ്രായമുള്ള മക്കളെ കാണാനും കേൾക്കാനും അറിയുമ്പോൾ ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അതിനൊക്കെ രക്ഷ നേടാൻ ഏക മാർഗം മദ്രസ പഠനമാണ് എന്ന ഉത്തമമായ ബോധം നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രക്ഷപ്പെടാനുള്ള മാർഗം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. എല്ലാ ദിവസവും ന്യൂസ് എടുത്തു കഴിഞ്ഞാൽ, വാർത്ത എടുത്തു കഴിഞ്ഞാൽ മാതാവിനെ കൊലപ്പെടുത്തി, പിതാവിനെ കൊലപ്പെടുത്തി എന്ന നമ്മൾ കേട്ടില്ലേ പ്രിയപ്പെട്ടവരെ? സ്വന്തം പിതാവിനെ സ്വന്തം മാതാവിനെ കൊന്നിട്ട് ആ മകൻ പറഞ്ഞ കാര്യം, എനിക്ക് ജന്മം തന്നതിനുള്ള സമ്മാനമായിരുന്നു എന്നാ പറഞ്ഞത്. എനിക്ക് ജന്മം തന്നതിനുള്ള സമ്മാനമായിരുന്നു. ഒറ്റുനോറ്റ് പോറ്റിയ വളർത്തിയ ഉമ്മയെ കൊലപ്പെടുത്തിയപ്പോൾ ആ മകൻ പറഞ്ഞ വാക്ക്, എനിക്ക് ജന്മം തന്ന സമ്മാനമായിരുന്നു എന്ന് പറയാൻ ആ കുട്ടിയെ പ്രേരിപ്പിച്ചത് ലഹരിയായിരുന്നു. കഴിഞ്ഞ ദിവസം അൻവർ സാബ് പറഞ്ഞൊരു വാർത്തയുണ്ടായിരുന്നു, പീഡിപ്പിച്ച വാർത്തയുണ്ടായിരുന്നു. ഇതൊക്കെ ലഹരിയുടെ, കഞ്ചാവിന്റെ ആ പിന്നിൽ പോകുന്ന സമയത്ത് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ തടയിടുക എന്നുള്ളത് മഹല്ലിന്റെ ബാധ്യതയാണ്, നമ്മുടെ ബാധ്യതയാണ്. ഇൻഷാ അല്ലാഹ് മഹല്ല കമ്മിറ്റിയുടെ കീഴിൽ ഇൻഷാ അല്ലാഹ് അവരുമായി ആലോചിച്ചതിന് ശേഷം മഹല്ല് തലടിസ്ഥാനത്തിൽ അതിന്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ല എന്ന തീരുമാനത്തിലുള്ളത്. മഹല്ലടിസ്ഥാനത്തിന്റെ പേരിൽ കുടുംബ സന്ദർശനം നടത്തിയിട്ട് ഇതിന്റെ അപകടങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇൻഷാ അല്ലാഹ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് കാര്യം ഇവിടെ ചെയ്തു വരുന്നുണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മുസാഅദത്തുൽ മരീദ പ്രിയപ്പെട്ട ഹാജിയാർ പറഞ്ഞു, മഹല്ലിലെ രോഗികൾക്ക് പ്രത്യേകമായി പരിഗണന നൽകുന്ന മുസാഅദത്തുൽ മരീദ എന്ന ഒരു രോഗികൾക്ക് സമാശ്വാസം ലഭിക്കുന്ന ഒരു ഫണ്ട് സ്വരൂപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ള ആളുകളൊക്കെ മഹല്ലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന് സാധിക്കുന്നതായിരിക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്ക് നിസ്കരിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കുവാനുള്ള സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേറെ ബഹുമാനപ്പെട്ട തങ്ങൾ പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ടായിരുന്നു. അടുത്ത മജ്ലിസുന്നൂരിൽ 3 സഹോദരിമാരുടെ നിർദ്ധരായ
പ്രയാസം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന, വാപ്പയില്ലാത്ത നിർദ്ധരായ 3 സഹോദരിമാരെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യം മുൻപോട്ട് വെച്ചപ്പോൾ ബഹുമാനനായ വെൽക്കെയർ ഫാമിലിയുടെ മനാഫ്കയും സത്താർക്കയും നാസർക്കയുടെ ഫാമിലി ഏറ്റെടുത്തു എന്ന സന്തോഷ വാർത്ത ഇവിടെ അറിയിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് എന്ന വിശ്വാസം നമ്മളിൽ ഉണ്ടാവുക. അതുകൊണ്ട് കൂടുതലൊന്നും ഇപ്പോൾ സംസാരിക്കണില്ല. ഇൻഷാ അല്ലാഹ് മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഏറെ മുൻഗണന നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് ലേലം വിളിക്കാനുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അതുകൊണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് ഭക്ഷണം വാങ്ങി ദുആ ചെയ്ത് പിരിയേണ്ടതാണ്. അതിലൂടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾ കഴിക്കേണ്ടി വരും. അത് ഇൻഷാ അല്ലാഹ് ഇത് തന്നെ പണി, ലേലം വിളിക്കാൻ. അത് നമ്മളെ കളിക്കാട്ട് മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അത് വലിയവരൊക്കെ ഇതിന് സമയം കളിയില്ല, വേഗം നോക്കൂടെ. എനിക്ക് നിങ്ങളെങ്ങാട്ട് കൊടുക്കാൻ വരുന്നുണ്ട്. വിളിക്ക്, റെഡിയല്ലേ നിങ്ങള്? ചെമ്മീൻ അച്ചാറാണ്. ഒന്ന് വിളിക്കതേ. അതങ്ങനെ കട്ട് ചെയ്ത്. അൽഹംദുലില്ലാഹ് ഉസ്താദ് ഒന്ന് കളിയാക്കിയെങ്കിലും അല്ലേ, ഫ്രീ ആയിട്ടാണ് നമുക്ക് ചെയ്തു തരുന്നത് കേട്ടോ. ലൈവ് എന്തെങ്കിലും പൈസയൊന്നും വാങ്ങണില്ല. എന്നൊരു ഉസ്താദ് നമ്മുടെ അനുജനാണെന്ന് അറിയാത്തത് കൊണ്ട് പറഞ്ഞതാണ്. പൈസ ഇല്ലാതെ ഫ്രീ ആയിട്ട് ചെയ്തു തരാണ് SI മീഡിയ അല്ലേ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്? ഇൻഷാ അല്ലാഹ് വിളിക്കണ്ട, സമയങ്ങളുണ്ടേ. ആർക്കും വേണ്ടേ? നോക്കി വേ നോക്കി. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞില്ല, നിങ്ങളെക്കാട് ക്ഷീണമാണ് എനിക്കിപ്പോൾ. അതിനേക്കാട് ക്ഷീണമാണ് നമ്മൾ 7ാം ക്ലാസ്സിലെ മക്കൾക്കുള്ളത്. സഫ്വാനി, ഷൗക്കത്ത്, ആദിരി. على ياسين حبيب الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ എന്ത് ലക്ഷ്യം വെച്ചാണോ ഈ ലേലത്തിൽ പങ്കെടുക്കുന്ന നിനക്കറിയാ, നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. പിറന്നോരേ പരം തന്ന റസൂലോരേ പരലോക ദിനവന്നാൽ പരിഹാരം തരുന്നോരേ സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ താഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ആരൊക്കെ പങ്കെടുക്കുന്നുവോ ആഗ്രഹിക്കുന്നുവോ നിന്റെ മദീന കാണാൻ, മക്ക കാണാൻ നീ ഭാഗ്യം നൽകണമല്ലോ. ഇത് ഞാൻ വിളിച്ചത് കാസിമിക്ക് വിളിച്ചാ കൈ പൊക്കിയാലോ തോന്നി. 500 അല്ലേ? 2000 ഇല്ല എന്നാ തെറ്റിപ്പോയത്. 1300 വിളിക്കുന്ന 1300. 1 2 ബിസ്മില്ലാ കൊടുത്തേക്ക്. ആദ്യവന്റെ ആറ്റലായ ആദ്യമീക്ക് ആശ്രയം പകർന്ന സലാമുല്ലാഹ് അലാ താഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. കുറച്ചോനെ 4 ദിവസങ്ങളോളമായി നിന്റെ ദീനിന് വേണ്ടി കഠിനാധ്വാനം നടത്തി റബ്ബേ. നിന്റെ മഹാന്മാരായ
ബദരീങ്ങൾ ഓർക്കുന്ന മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈർ നൽകണേ അല്ലാ. ആരൊക്കെ പങ്കെടുത്തുവോ, ആരൊക്കെ ആഗ്രഹിച്ചുവോ, അവർക്കൊക്കെ നീ തക്കതായ പ്രതിഫലം നൽകണം തമ്പുരാനെ. ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പായി ഒരു തവണയെങ്കിലും മക്ക കാണാൻ, മദീന കാണാൻ ഈ ഭാഗ്യം നൽകണമല്ലോ. 2500 അല്ലാഹ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. രാജിക്കാണോ? അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചോനെ, ദീർഘനാൾ വിദേശത്ത് ജോലി ചെയ്ത പ്രിയപ്പെട്ട സഹോദരനാണ് റബ്ബേ. നീ ഖൈറും ബറക്കത്തും നൽകണമല്ലോ. അനുയോജ്യമായ ജോലി നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണമല്ലോ. 2500 2600 അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. കുടുംബത്തിലെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ അല്ലാ. എന്റെ ദീനിന് ഇട്ടം വെക്കുന്ന കുടുംബമാണല്ലോ. എല്ലാ മജ്‌ലിസിനൂറിലും ഏത് സദസ്സുകളിൽ റബ്ബേ എളുപ്പത്തിൽ വന്ന് നിന്നെ സ്നേഹിക്കുന്ന മഹാകുടുംബമാണ് തമ്പുരാനെ. അല്ലാഹു നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് നൽകണമല്ലോ. 2700 അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. കുടുംബത്തിൽ നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ തമ്പുരാനെ. മക്കളെ നീ സ്വാലിഹാക്കണേ അല്ലാ, മക്കളെ നീ സ്വാലിഹാക്കണേ അല്ലാ. 2,800 അല്ലേ? 2,700 2,800 അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു നീ ഖൈറാക്കണേ അല്ലാ. കുടുംബത്തിലെ മക്കളിലെ ഭവനങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ആരെ വിളിക്കണം? ഇതൊരു കോമ്പിനേഷൻ പോലെ ഉണ്ട്. അനക്കെന്തോ ഒരു ഭാഗ്യമുണ്ടല്ലോ പോയി. പതിരാനേരത്ത് നിന്റെ ബദരീങ്ങളെ നാമങ്ങൾ ചൊല്ലിയ നേരത്ത് നിന്റെ റഹ്മത്തിന്റെ മാലാകമാരെ സാക്ഷി നിർത്തി റബ്ബേ, അന്തിറങ്ങുന്ന മഹാന്മാരെ സാക്ഷി നിർത്തി റബ്ബേ, ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു അല്ലാ, ഈ ഉത്തരം നൽകണമല്ലാ. സ്വീകരിക്കണേ തമ്പുരാനെ. ആരൊക്കെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയോ അവരുടെ ആഗ്രഹങ്ങൾ അറിയുന്നവരെ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. നീ സഫലീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അപകടങ്ങളെ തിരിച്ചറിയാനുള്ള ഭാഗ്യം നൽകണമല്ലോ. നിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. 4000 അല്ല, 4100 അല്ലാഹുവിനെ സ്വീകരിക്കണേ തമ്പുരാനെ. മതിയില്ലേ? 5 ഉറപ്പിച്ചാണ് ഉറപ്പിച്ചോളൂ. ആരാള്? 4200. ഇപ്പൊ പെട്രോൾ വില കൂടും മാതിരി ഉള്ളത്. 4500 അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു എന്ത് ലക്ഷ്യം വെച്ചാണോ നിന്റെ ദീനിനെ സഹായിക്കാൻ അവർ വിളിക്കുന്നത് റബ്ബേ, നിനക്കറിയാം, നീ ഉത്തരം നൽകണമല്ലോ. കഴിഞ്ഞോ? 4 പ്രിയപ്പെട്ട സഹോദരന്റെ അവസ്ഥകൾ അറിയുന്നവനെ നീ റാഹത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാ. നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. കുടുംബത്തിൽ നീ ഐക്യം നൽകണമല്ലോ. 5000 രൂപ. 1 2 ഇൻഷാ അല്ലാഹ് 3. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു ഇത് ആര് വിളിച്ചു കൊണ്ടുപോകുന്നുവോ ഈ പടച്ചോരെ നിസ്കാര കുപ്പായം കൊണ്ട് കഅബ കാണാൻ, മദീന കാണാനുള്ള ഭാഗ്യം നൽകണമല്ലോ. 2000 രൂപ. 2000 രൂപ. 2100. 2200. 2400. 2500. 2500 എന്നവനെ നീ റാഹത്തിലാക്കണേ അല്ലാ. അതുങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. 3200. 3200. ഇതൊരു ആവേശമാണ് നിങ്ങളെ ദീനിന് വേണ്ടിയിട്ടല്ല. പണ്ടേ ഉള്ള പാരമ്പര്യമാണ് എല്ലാവരും വിളിക്കാറുള്ളത്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ പതിരാവിന്റെ നേരത്തെ റബ്ബേ നിന്റെ റഹ്മത്തിന്റെ മാലാകമാരെ സാക്ഷി നിർത്തി റബ്ബേ ഞങ്ങളിതാ കരങ്ങൾ ഉയർത്തി ചോദിക്കുന്നു അല്ലാഹ്. ഇത് നിന്നെ മാത്രം ബോധിപ്പിക്കാനുള്ളതാണ് തമ്പുരാനെ, നിന്റെ ദീനിന് വേണ്ടി സഹായിക്കാനുള്ളതാണ് തമ്പുരാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്. 4000 രൂപ അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ നേരിൽ കണ്ടുകൊണ്ട് സമ്മാനമായി നൽകിയ നിസ്കാരത്തെ നിർവഹിക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രമാണ് തമ്പുരാനെ. അല്ലാഹുവേ ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയായി നീ കബൂലിയത്ത് നൽകണം തമ്പുരാനെ. ചെയ്യുന്ന അമലുകൾ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചോനെ ആത്മാർത്ഥമായിട്ട് നിന്റെ ദീനിനെ സഹായിക്കുന്നവരാണ് അല്ലാഹ്. ഇക്കൊല്ലത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആട് നൽകിയ സഹോദരനാണ്. ആ ഭക്ഷണത്തിന് വേണ്ടി പച്ചക്കറി മുഴുവൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത സഹോദരനാണ്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. എല്ലാ കാര്യങ്ങളും നീ ഖൈറിലാക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാവിന്റെ ഖബർ നീ സന്തോഷത്തിലാക്കണേ തമ്പുരാനെ. മക്കളുടെ ദീനിനോടുള്ള ഇഷ്ടം കൊണ്ട് റബ്ബേ പ്രിയപ്പെട്ട മാതാവിന്റെ ഖബറിൽ നീ സന്തോഷം നൽകണമല്ലാ. 500 അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. കച്ചവടത്തിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഐക്യവും സമാധാനം നിലനിർത്തണേ റഹ്മാനേ. ആരാ ചോദിക്കണത്? എനിക്കെല്ലാരും അറിയാലോ. അവരുടെ സാഹചര്യം അവരുടെ വിഷമത എനിക്കറിയാം. അത് പറഞ്ഞു റഹ്മാനുറഹീമായ രാജസയ്യിദായ തമ്പുരാനെ, നേരം വെളുക്കുമ്പോൾ പതിരാ നേരങ്ങളിലെ ജീവിതത്തിന് വേണ്ടി ഉപമാർഗമാർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരനാണ് റബ്ബേ. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ കച്ചവടത്തിലെ അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളിലെ നീ അഭിവൃദ്ധി നൽകണമല്ലാ. നീ അദ്ദേഹത്തിന്റെ എല്ലാവിധ കാര്യങ്ങളിലും ഏറ്റെടുത്ത് നീ റാഹത്ത് നൽകണമല്ലാ. ആരാണ് 500 രൂപ അല്ലാഹുവിനെ കച്ചവടത്തിന് ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഖൈർ നൽകണേ അല്ലാഹ്. ഭാര്യ മക്കൾക്ക് നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. പടച്ചവനെ പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾ ഖബറിലാണ് തമ്പുരാനെ. അല്ലാഹു ഇതിന്റെ ബറക്കത്ത് നീ നൽകണേ അല്ലാഹ്. 500 10,000 രൂപ 10 പറഞ്ഞേ. അല്ലാഹുവേ തക്ബീർ തക്ബീർ അല്ലാഹു അക്ബർ. അല്ലാഹുവേ പ്രിയപ്പെട്ട മാന്യ സഹോദരൻ എനിക്കറിയാം തമ്പുരാനെ, ജീവിതത്തിന്റെ വേണ്ടി പ്രിയപ്പെട്ട മാതാപിതാക്കളെ സ്നേഹിക്കുന്ന അല്ലാഹുവേ കുടുംബത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ, നീ അദ്ദേഹത്തിന്റെ ജോലി നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ആവേശത്തോടുകൂടെ നിന്റെ ദീനിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരൻ വിളിച്ചു റബ്ബേ ഇതിലുപരിയായി പടച്ചോനെ കലിമുച്ചരിക്കാനുള്ള ഭാഗ്യം നൽകണമല്ലാഹ്. അനുയോജ്യമായ ഇണയെ നൽകണമല്ലാഹ്. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. 10,000 രൂപ 10,000 രൂപ ഒന്ന് അല്ലാഹു ഇതിട്ട് പോകുന്ന ഇതിട്ട് നിസ്കരിക്കുന്ന ആൾക്ക് അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ. 10,000 രൂപ 10 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പ്രിയപ്പെട്ടവന്റെ സഹോദരന്റെ ജീവിതത്തിൽ നീ ഖൈർ നൽകണേ അല്ലാഹ്. മക്ക കാണാൻ മദീന കാണാൻ മക്കയുടെ ഉടമസ്ഥനെ മദീനയുടെ ഉടമസ്ഥനെ നീ ഭാഗ്യം നൽകണമല്ലാ. 11 എത്രയാ? 13,313 അല്ലേ? അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചോനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. മദീനയുടെ എണ്ണത്തിന്റെ നമ്പർ പറഞ്ഞു വിളിക്കുന്ന റബ്ബേ അല്ലാഹുവേ അവരുടെ കാവൽ നീ നൽകണേ തമ്പുരാനെ. 13,313 കൊടുക്കട്ടെ. പരസ്യമായിട്ടൊരു ഭയവുമില്ലാതെ
കഞ്ചാവ് വലിക്കാൻ ധൈര്യം കാണിക്കുന്ന മക്കളുണ്ടെങ്കിൽ തുടർന്ന് അങ്ങോട്ട് പോകുന്ന കാലഘട്ടത്തിൽ എത്രയും നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇവിടെ ഇരിക്കുന്ന ഏത് പിതാക്കൾക്ക് മാതാക്കൾക്ക് തടയാൻ പറ്റും? നമ്മുടെ വീട്ടിൽ കഞ്ചാവ് പിടിച്ചു വന്ന് പറയാൻ പറ്റും? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല വോയിസും മെസ്സേജൊക്കെ ഒരു ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണത്. എൻ്റെ മകൻ്റെ കൂടെയായിരുന്നു ഞാൻ കിടന്നുറങ്ങിയിരുന്നു, ഭർത്താവ് മരണപ്പെട്ടു. മകൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന ഉമ്മ ദൈനംദിന മകൻ കഞ്ചാവ് പിടിച്ച് വന്ന് ഉമ്മയെ ശാരീരികമായി പീഡിപ്പിക്കാൻ തുടങ്ങി. ആലോചിക്കട്ടെ, വീണ്ടും വരുന്നു. പിന്നെ ശാരീരികമായി പീഡിപ്പിക്കാൻ തുടങ്ങി. മകൻ വീട്ടിൽ വരുന്നത് ഭയമാണ് എന്ന് പരസ്യമായിട്ടൊരു ഉമ്മ പറയണമെങ്കിൽ കാലഘട്ടം എത്ര പോയിട്ടുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കട്ടെ. വളരെ അപകടം പിടിച്ച വഴിയിലാണ് നടക്കുന്നത്. അത് തടയുക എന്ന ലക്ഷ്യം കൂടെയാണ് ഇങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ നൽകുന്നത്. ഇൻഷാ അല്ലാഹ് പലരും ഏറ്റെടുത്തിട്ടുണ്ട്. 6666 മറ്റും ഏറ്റെടുത്തവരുണ്ട്. ഇൻഷാ അല്ലാഹ് ആചാര്യയുടെ സമ്മതത്തോടു കൂടെ സ്വീകരിക്കണേ അല്ലാഹ്. ആത്മാർത്ഥമായിട്ട് പാതിരാവിന്റെ നേരത്ത് അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ ഇറങ്ങി വരുന്ന നേരത്ത് റബ്ബേ നിന്റെ ദീനിന് വേണ്ടി ഞങ്ങൾ ചോദിച്ച നേരത്ത് അല്ലാഹ് മനസ്സറിഞ്ഞ് ഇല്ലാഞ്ഞിട്ട് പോലും കിട്ടുമെന്ന് നൽകുമെന്ന് പ്രതീക്ഷയോടുകൂടെ റബ്ബേ അവർ നൽകിയിരിക്കുന്നു. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വർഗം നൽകണേ തമ്പുരാനെ. പ്രിയപ്പെട്ട ഷബാബ് എന്ന സഹോദരന്റെ കുടുംബം 11,000 രൂപ റബ്ബേ നിന്റെ മദ്രസക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. അല്ലാഹ് അദ്ദേഹത്തിന്റെ ജോലി അറിയാം, കുടുംബ പശ്ചാത്തലങ്ങൾ അറിയാം, ഇല്ലായ്മയിൽ നിന്ന് പോലും റബ്ബേ നിന്റെ ദീനിനെ സ്നേഹിച്ചിരിക്കുന്നു. റബ്ബേ നീ ബറക്കത്ത് നൽകണമല്ലാ, നീ സ്വീകരിക്കണേ റഹ്മാനേ. ഒരു കാര്യം കൂടി മറന്നു, നിനക്ക് പൈസ ഉണ്ടെന്ന് എനിക്കറിയാം, എന്നോട് പറയാൻ വിട്ടത്. ആ ബക്കറ്റ് പോയി ഓടിച്ചോളി. ഇയാൾ എന്തായാലും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم أوصل مثل ثواب ما قرأناه من قرآنك الذي هذه هدية واصلة ورحمة نازلة وبركة شاملة إنا إلى حضرة النبي محمد المصطفى صلى الله عليه وسلم خصوصا وإلى أرواح من نبيناهم يا رب العالمين. അർഹമുറാഹിമായ രാജ സയ്യിദായ തമ്പുരാനെ അല്ലാഹു ഒരുമിക്കല്ല നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഉപരിയായി നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. പ്രച്ചോനെ നിന്റെ ബദരീങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട് റബ്ബേ ഞങ്ങൾ 4 ദിവസങ്ങളോളമായി പള്ളിക്കാട് പള്ളിക്കോമ്പോട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു റബ്ബേ. നിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് സാക്ഷിയാണ് റബ്ബേ, നിന്റെ ബദരീങ്ങൾ സാക്ഷിയാണ് തമ്പുരാനെ. ഞങ്ങൾ ഏറ്റെടുക്കണേ അല്ലാഹ്, ഏറ്റെടുക്കണേ തമ്പുരാനെ. റഹ്മുറാഹിമായ രാജസഞ്ജിതായ തമ്പുരാനെ അല്ലാഹ് ഒരുമിച്ച് കൂടിയ എല്ലാവരെയും അറിയുന്നവനെ, ഒരാഗ്രഹങ്ങൾ അറിയുന്നവനെ, മനസ്സറിയുന്നവനെ നീ എല്ലാം സ്വീകരിക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ തമ്പുരാനെ. അല്ലാഹു ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് തമ്പുരാനെ. ഏറെ പ്രതീക്ഷയോടുകൂടെ ആഗ്രഹത്തോടുകൂടെ അല്ലാഹുവേ വിശ്വാസത്തോടുകൂടി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അല്ലാഹ്. അതിലേറെ വിശ്വാസത്തോടുകൂടെ പാതിരാവിന്റെ നേരത്ത് റബ്ബേ നിന്നോട് ഞങ്ങളിതാ കരങ്ങൾ ഉയർത്തി ചോദിക്കുന്നു അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനെ. മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബേ പലരും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് തമ്പുരാനെ. എല്ലാം അറിയുന്നവനായ നാഥാ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ പുണ്യമായ മജ്‌ലിസിന് വേണ്ടി കഠിനാധ്വാനം നടത്തിയ റബ്ബേ ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ. കുറച്ചുവരെ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് റബ്ബേ. രാത്രി നേരങ്ങളിൽ പോലും
അല്ലാഹുവേ ഒരു മടിയുമില്ലാതെ നിന്റെ ദീനിന് വേണ്ടി അധ്വാനിക്കുന്ന മക്കള് നീ റാഹത്ത് നൽകണേ അല്ലാ. നാടിനെ റബ്ബെ മുതൽ കൂട്ടാക്കി നീ മാറ്റണം തമ്പുരാനെ. പ്രചോനെ കൂടപ്പുറപ്പിനെ പോലെ കൊണ്ട് നടക്കുന്നവർ പലരുമുണ്ട് റബ്ബേ, അവരൊക്കെ നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. പ്രചോനെ നിന്റെ ദീനിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി, മാതാവിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അല്ലാഹുവേ പള്ളിക്കാട്ടിൽ അന്തിറങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞ് നൽകിയവരുണ്ട് തമ്പുരാനെ. ജോലിക്ക് അഭിവൃദ്ധി നൽകാൻ വേണ്ടി ചോദിച്ചവരുണ്ട് തമ്പുരാനെ. അങ്ങനെ പല ആഗ്രഹങ്ങളും പറഞ്ഞ് റബ്ബേ നിന്റെ ദീനിനെ സഹായിച്ചവരുണ്ട് റബ്ബേ. നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഒരാഗ്രഹങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ വർത്തമാന കാലഘട്ടത്തെ റബ്ബേ ഞങ്ങളേറെ പ്രയാസപ്പെടുത്തുന്ന ഞങ്ങളെ മക്കളാണ് തമ്പുരാനെ. അല്ലാഹു അവരെ കുറിച്ചാണ് ഞങ്ങൾക്ക് ആവലാതിയുള്ളത്, വേവലാതിയുള്ളത്. നിന്റെ ദീനിന് ഇഷ്ടം വെക്കുന്ന ഞങ്ങളെ ഇഷ്ടം വെക്കുന്ന ഞങ്ങളെ അനുസരിക്കുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ നീ മാറ്റണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ മാറ്റണേ തമ്പുരാനെ. പുണ്യമായ മജ്ലിസുന്നൂറിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, ജയിലിൽ വസിച്ചിരുന്ന സഹോദരന്മാർ പോലും മോചനം ലഭിച്ചിട്ടുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് റബ്ബേ മക്കളെ നൽകിയിട്ടുണ്ട് തമ്പുരാനെ. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ മജ്ലിസുന്നൂർ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ചോദിക്കുന്നു അല്ലാ, ഈ ഉത്തരം നൽകണേ അല്ലാ, ഈ ഉത്തരം നൽകണേ തമ്പുരാനെ. പ്രചോനെ ഭാര്യയ്ക്ക് അസുഖമായിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ അസുഖ നീ ശിഫ നൽകണേ തമ്പുരാനെ. ഇന്നത്തെ മജ്ലിസുന്നൂറിന് വേണ്ടി വെള്ളം നൽകിയവരുണ്ട് റബ്ബേ, ഭക്ഷണത്തിന് വേണ്ടി സഹായിച്ചവരുണ്ട് റബ്ബേ, സഹകരിച്ചവരുണ്ട് റബ്ബേ. അങ്ങനെ പല രീതിയിൽ സഹായിച്ചവരുണ്ട് തമ്പുരാനെ. നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു വരുന്ന ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകാൻ മറ്റു മാർഗങ്ങൾ നൽകിയവരുണ്ട് റബ്ബേ. അല്ലാഹുവിന്റെ ഭക്ഷണത്തിന് നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ, അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണല്ലോ. ഈ സ്വർഗപ്രവേശനം നൽകണമല്ലോ. അതിലേറെ റബ്ബേ മരിക്കുന്നതിന് മുമ്പായിട്ട് നിന്റെ മക്ക കാണാൻ, മദീന കാണാനുള്ള ഭാഗ്യം നൽകണമല്ലോ. മക്ക കാണാൻ, മദീന കാണാനുള്ള ഭാഗ്യം നൽകണം തമ്പുരാനെ. വിശുദ്ധമായ റമദാൻ കടന്നു വരുന്ന റബ്ബേ സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഒരുപാട് നിന്നോട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് തമ്പുരാനെ. പലതും വിട്ടുപോയിട്ടുണ്ട് റബ്ബേ, പലതും മറന്നുപോയിട്ടുണ്ട് തമ്പുരാനെ. എന്നാൽ ഒരു മറവിയുമില്ലാത്ത അല്ലാ, നീ ഓർക്കുന്നവനാണ്, നീ അറിയുന്നവനാണ്. ഞങ്ങളെ ഏറ്റെടുത്തേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് റാഹത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചോനെ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. اللهم اغفر لنا وارحمنا وارض عنا وتقبل منا وادخلنا الجنة ونجنا من النار. പ്രചോനെ ക്യാൻസർ ബാധിച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്, മറ്റു പല ജാതി അസുഖങ്ങൾ കൊണ്ട് ദുആ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്, സുഖപ്രസവത്തിന് ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് റബ്ബേ. ഞാൻ മറന്നു പോയാലും അല്ലാഹുവേ നീ മറക്കില്ലല്ലോ അല്ലാ. ആ പ്രാർത്ഥനകളെ നീ സ്വീകരിക്കണേ അല്ലാ, ആ പ്രാർത്ഥനകളെ നീ സ്വീകരിക്കണേ അല്ലാ. വർഷങ്ങളോളമായിട്ട് ഈ നാട്ടിൽ ജോലി ചെയ്യുന്നവരാ ഞങ്ങൾ റബ്ബേ. ആ സമയത്ത് ഞങ്ങളെ സ്നേഹിച്ചവരുണ്ട്, ഞങ്ങളെ ഏറ്റെടുത്തവരുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവരുണ്ട്, ഞങ്ങളെ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നവരുണ്ട് റബ്ബേ. ആത്മാർത്ഥമായിട്ട് അല്ലാ ഈ പതിരാവിന്റെ നേരത്ത് പടച്ചോനെ ഹൃദയം തുറന്ന് അല്ലാ നിന്നോട് ചോദിക്കുന്നു അല്ലാ, അവരെ നീ സ്വീകരിക്കണേ അല്ലാ, അവരെ നീ സ്വീകരിക്കണേ അല്ലാ. ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും കൂടപ്പുറപ്പിനെ പോലെ നിൽക്കുന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ നിനക്കറിയാം ഞങ്ങളുടെ ഹൃദയം, നിനക്കറിയാം ഞങ്ങളുടെ മനസ്സ്. പടച്ചോനെ ഞങ്ങൾക്ക് ആരെയും ബോധിപ്പിക്കേണ്ടതില്ല, നിന്നോട് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ റബ്ബേ. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്ക് നീ തക്കതായ പ്രതിഫലം നൽകണം തമ്പുരാനെ. നിന്റെ ദീനിന് വേണ്ടി അല്ലാഹുവേ ഒരുപാട് നാളുകൾ ഈ നാട്ടിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം നൽകണം തമ്പുരാനെ. അതിലൂടെ സ്വർഗം നൽകാനുള്ള ഭാഗ്യം നൽകണം തമ്പുരാനെ. اللهم اغفر لنا وارحمنا وارض عنا وتقبل منا وادخلنا الجنة ونجنا من النار. اللهم اصلح لنا شأننا كله يا الله. اللهم ربنا
آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم ربنا آمنا فاكتبنا مع الشاهدين آمين برحمتك يا أرحم الراحمين صلى الله تعالى على سيدنا محمد سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യുക. മഹനീയമായ സദസ്സ് നന്ദി അറിയിക്കാൻ